ഒരു വടക്കൻ വീരഗാഥ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മിന്നിമറയുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഉണ്ണിയാർച്ച, ചന്തു, തച്ചോളി ഉദയനൻ തുടങ്ങിയവർ. ഇവരോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കലാരൂപമാണ് കളരിപ്പയറ്റ്. കേരളത്തിന്റെ തനത് കലാരൂപം, ആയോധന കലകളുടെ മാതാവ്. കേരള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കളരിപ്പയറ്റിന്റെ സ്ഥാനം മുൻപന്തിയിൽ തന്നെ. എന്തുകൊണ്ടാണ് കളരിപ്പയറ്റിന് ഇത്രയും പ്രാധാന്യമുള്ളത്? ശരീരത്തിലെ പ്രധാനപ്പെട്ട മർമ്മ തെറാപ്പി എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണിത്. ക്രമാനുഗതമായ പരിശീലനം കൊണ്ട് ആത്മരക്ഷയ്ക്കൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സമഗ്രമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന കലാരൂപമാണ് കളരിപ്പയറ്റ്. കരാട്ടെ, കുംഫു തുടങ്ങിയ കായിക കലാരൂപങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ കലാരൂപത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. കാരണം നല്ല പരിശീലനത്തോട് കൂടിയിട്ടുള്ള ഗുരുക്കന്മാരുടെ അഭാവം കൊണ്ട് തന്നെയാണ്. ഗുരുകുല സമ്പ്രദായത്തിലുള്ള പരിശീലനമാണ് കളരിപ്പയറ്റിനുള്ളത്. കളരിപ്പയറ്റിൽ മൊത്തം 18 അടവുകളാണ് ഉള്ളത്. ഇതിൽ 18 അടവുകളും സ്വായത്തമാക്കി കഴിഞ്ഞാൽ അയാൾ ഒരു തികഞ്ഞ കളരി അഭ്യാസിയാണെന്ന് പറയാം. പ്രത്യേക വേഷവിധാനത്തോട് കൂടിയിട്ടാണ് കളരി അഭ്യസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ലിംഗഭേദമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ ദിനംതോറും അക്രമങ്ങൾ ഏറി വരികയാണ് ചെയ്യുന്നത്. 2 വർഷം മുമ്പ് അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന അതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ മാർഗങ്ങളുടെ പ്രാധാന്യം ഏറി വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കളരി അഭ്യാസം നടക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല.